ഇവിടെ എന്ത് ചോദിച്ചാലും കേന്ദ്രം തന്നില്ല എന്ന് കുറ്റം പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും വിശ്വസിച്ചോളൂ. പക്ഷെ ഇതിനൊക്കെ ഫെഡറൽ സംവിധാനത്തിൽ ചില ക്രമീകരണങ്ങളുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഒരു നുണ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. പുലിക്കളിക്കാർക്ക് 3 ലക്ഷം കൊടുത്തില്ല എന്ന് പറയും. എലക്ഷൻ പ്രചരണ യോഗങ്ങളിലെ ഏറ്റവും വലിയ വഞ്ചനയ്ക്കാണ് മാധ്യമങ്ങൾ കുടപിടിച്ചത്. അതിന്റെ സത്യം എന്താണ്? ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ലെറ്റർ ഉണ്ട്. അത് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകാത്തവരാണെങ്കിൽ അതിന്റെ ഒരു വിവർത്തനം ചെയ്തു കൊടുക്കാമല്ലോ. അതിലെ സത്യം പറയണ്ടേ? ഇത് ഫെഡറൽ സംവിധാനത്തിൽ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഇടതനായാലും വലതനായാലും അവരൊക്കെ നിലവിളിക്കുന്നത് എന്ത് മൂല്യത്തിന് വേണ്ടിയാണോ ആ മൂല്യം കാത്തു സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് കേരള സർക്കാരിന് അതിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. എന്താണ് മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്? 3 ലക്ഷം രൂപ ചരിത്രത്തിൽ ആദ്യമായിട്ട് സുരേഷ് ഗോപി തുടങ്ങി വെച്ച സമ്പ്രദായമൊന്നുമല്ല പുലിക്കളി. ഇതൊരു വലിയ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിന് കഴിഞ്ഞ 5 ടേമിൽ ഇവിടെ നിന്ന് ജയിച്ചു പോയ ഇടതായാലും വലതായാലും, വലതെന്നൊന്നും ഒരിക്കലും, വലതെന്ന് പറയുമ്പം വലതെന്നും അർത്ഥമുണ്ട്, ശരിയെന്നും അർത്ഥമുണ്ട്. ശരിയെന്ന് ഒരു വലിയ അർത്ഥമുള്ളത് കൊണ്ട് അവരെ വലതെന്ന് വിളിക്കാൻ ഞാൻ തയ്യാറേ അല്ല. ഇന്ത്യയിൽ ആകമാണ്. പക്ഷെ എങ്കിലും ഈ 5 ടേമിൽ 25 വർഷമായിട്ട് ജയിച്ചു പോയ MP-മാർക്ക് ആർക്കെങ്കിലും സാധിച്ചോ? ഇത് ആകെ എനിക്ക് തോന്നുന്നു 2022 നരേന്ദ്രമോദിജി ഈ സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ വഴി 1 ലക്ഷം രൂപ ഇവർക്ക് പാരിതോഷികം അനുവദിച്ചത്.